എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? തൊടുപുഴയിലാണ്. അപ്പോൾ തൊടുപുഴയിൽ നമ്മളൊരു സ്റ്റേക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ പോരും. ഓക്കെ. അപ്പോൾ പത്മ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, റിസോർട്ടാണ്. ഹോട്ടലല്ല, എന്തായാലും ഒരു പൂളൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെയാണ്. കാണിച്ചു തരാൻ ഞാൻ പ്രോപ്പർട്ടി. ഓക്കെ. അന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ പോരും. അപ്പോൾ ഒരു സ്റ്റേക്കേഷൻ, ചെറിയൊരു സ്റ്റേക്കേഷനാണ്. അപ്പോൾ ഞങ്ങളുണ്ട്, എൻ്റെ ഫാമിലി ആൻഡ് വിക്രമിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ, അവർ ബാക്കിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തൊടുപുഴയിലുള്ള പത്മ വില്ലേജിലുള്ള അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ എന്താ പറയുക നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ. സോ സ്റ്റേ ട്യൂൺ. എത്ര പോയിട്ടുണ്ടാവുള്ളൂ എന്ന്. Good idea. That is not it. ആനക്കൂട് തൊടുപുഴ. എന്നിട്ട് ആനക്കൂട് ശ്രീ ധർമ്മശാസ്ത്ര ദേവി ക്ഷേത്രമാണ്. ഈ ഫ്രണ്ടിൽ തന്നെ AC കിട്ടും, ഞങ്ങൾക്ക് പിന്നിലേക്ക് കിട്ടുന്നില്ല ശരിക്കും. ഈ ഓട്ടോ ആണോ ഇട്ടിരിക്കണേ? എന്തിനാ ഈ ഓട്ടോ ഇട്ടിരിക്കണേ? മര്യാദക്ക് ഇട്ടൂടെ? ഞങ്ങൾക്ക് കിട്ടണ്ടേ AC ഒക്കെ? നിങ്ങൾക്ക് മാത്രം കിട്ടിയാ പോരെ? വേണ്ട. ഭയങ്കര കയറ്റാണ്. പത്മ ഇവിടെയല്ലേ? പത്മ എന്റെ മുകളിൽ നിന്ന് തൊടുപുഴ സിറ്റി ഫുള്ളും കാണാം. ചെവി അടഞ്ഞ പോലെ തോന്നി. എന്റെ പൊന്നു, ഹോണ്ട സിറ്റിയുടെ കഴിവ് തെളിയിച്ചിരിക്കുക. സോറി, ഹോണ്ട സിറ്റി അല്ല, ഹോണ്ട അമേസ് കഴിവ് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുങ്ങി വീഡിയോ മൊത്തം. നമ്മള് റിസോർട്ട് പോകുന്ന വഴിയിലുള്ള സംഭവമാണ്. കണ്ടോ? Look at the view. Beautiful view. ഇതാണ് വഴി. ഓഫ് റോഡിങ് വ്യൂ ഒക്കെ നല്ലതാ. പേടിയുണ്ടെന്നുണ്ടോ? പോയാ പിന്നീട് എനിക്കുണ്ട്. നമ്മൾ നിന്ന് വരെ നിൽക്കും. ആകെ കുലുങ്ങി. ഇതാണ് പത്മ വില്ലേജിലേക്കുള്ള എൻട്രൻസ്. നീ അവിടുന്ന് ഇറങ്ങി വണ്ടി കയറി വരണെടുക്കണ്ട, അവരുടെ വണ്ടി കയറി ഇറങ്ങി പോകാമ. വൈകിട്ടാകുമ്പോൾ നല്ല രസമുണ്ടാവും. ഇവിടെ ഇപ്പം ഇത്തിരി ചൂടുണ്ട്. വൈകിട്ടാകുമ്പോൾ കുറച്ചും കൂടി കണ്ട തൊടുപുഴ ഫുള്ളും കാണാം. ഫുൾ സിറ്റി ക്യാൻ സീ 360 ഡിഗ്രി എന്ന് പറഞ്ഞ. ആദ്യം അങ്ങോട്ട് പോകണ്ടാനു.
ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ലഞ്ച് കഴിക്കാൻ പോവാം. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഗായ്സ്. അവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ചോറുണ്ട്, ചോറ്, പപ്പടം, മീൻ കറി, അവിയൽ, തോരൻ, ചിക്കൻ. ചുമ്മാ ഇവിടെ നിന്നാക്കിക്കൂടെ? ഇത് ചേട്ടൻ ചേട്ടൻ വന്നുകൊണ്ടിരിക്കുക. ഗായ്സ്, നമ്മളിതാ ദൃശ്യം സിനിമയിലും മറ്റേ കാറ് തള്ളിയിട്ട ആ ഒരു കുളം കാണാനായിട്ട് വന്നിരിക്കണം. മലയുടെ മുകളിൽ കയറി ഗായ്സ്. ഇതന്നെ, ഇതാണ് കുളം. ഇതാണ് കാറ് തള്ളിയിട്ടത് അല്ലേ, ദൃശ്യം സിനിമയിലും. Yes. ഗായ്സ്, ഇതാ ഈ കുളമാണ് മറ്റേ ദൃശ്യത്തിൽ കാറ് മേലേക്ക് മലയുടെ മുകളിൽ നിന്ന് ഇടുന്നില്ലേ, അത് ഇതാണ്. തൊടുപുഴ കേട്ടോ സ്ഥലം. കേട്ടോ, ഞങ്ങൾ താമസിക്കുന്ന ആ മല കയറിയില്ലേ, അത് വന്ന് ചെല്ലുന്ന ഈ കുളത്തിൻ്റെ അവിടെ. ഞങ്ങളുടെ ഇതുണ്ട്. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ മഞ്ഞക്കാറ് കൊണ്ട് ഇടുന്ന സ്ഥലം. എന്ത് രസമല്ലേ, ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കണ്ടോ, നമ്മൾ വന്ന വഴി ഇതാണ്. ഗായ്സ്, അയ്യോ വേണ്ടായി. അവിടെയാണ് കുളം. ഇത് കണ്ടോ, അവിടെ അമ്പലമാണ്, അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റിസോർട്ട്. കണ്ടോ താഴ്ച. ഗുഡ് മോർണിംഗ്. സോ സെക്കൻഡ് ഡേ, നമ്മൾ പത്മ വില്ലേജിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ കിടന്ന് രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു ഡോറുണ്ട്, ബാൽക്കണിക്ക് ഉള്ളതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നിറച്ച് പ്രാണിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ നിറച്ച് പ്രാണി ഇങ്ങനെ വന്നിട്ട് കണ്ടോ കേൾക്കാൻ പറ്റില്ല. പക്ഷെ പുറത്തെ വ്യൂ നല്ല അടിപൊളിയാണ്. ഞാൻ കുറച്ച് കാണിച്ചു തരാം. മഞ്ഞിങ്ങനെ മൂടി കിടക്കുക, നല്ല ബ്യൂട്ടിഫുൾ. അവിടെ കണ്ടപ്പോൾ ഒരു മഞ്ഞ് പോലെ ഇങ്ങനെ മൂടി കിടക്കുകയാണ്. പക്ഷെ ഇവിടെ ഇതാണ് പ്രശ്നം. ഇതാണ് രാവിലത്തെ സംഭവം. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇന്നലത്തെ രാത്രി നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു. പക്ഷെ അത് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ സെയിം സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ചപ്പാത്തി ആയിരുന്നു എക്സ്ട്രാ ഉണ്ടായിരുന്നത്. ബാക്കി കറികളൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനത് ഡിന്നർ ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പത്മ വില്ലേജ് തൊടുപുഴയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ഇതൊക്കെയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ വേറെ അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, മഴയാണ് പേര്. മനസ്സിലായി. വെള്ളയപ്പവും എഗ് കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഗായ്സ്, അപ്പോൾ നമ്മൾ റിസോർട്ട് പറയാൻ പറ്റുമോ അറിയില്ല, ഇവിടുന്ന് നമ്മൾ പോവാണ്, ചെക്കൗട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ ഒബ്രോ മാളിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് അറിയില്ല, ഒബ്രോ മാളിൽ OHFൻ്റെ എന്താ പറയുക എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ കയറും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോണേ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. താഴെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീട്, മുകളിൽ മോഡേൺ ആയിട്ടുള്ള വീട്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുക റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ സ്റ്റേക്കേഷന് നല്ല പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നല്ല കുറച്ച് ഇതുണ്ടെങ്കിലും സ്റ്റേ ചെയ്യാനൊക്കെ കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ വ്യൂ തന്നെ അടിപൊളി വ്യൂ ഒക്കെ മലയിലൊക്കെ പോയത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഒരു ദിവസമെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്കപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.